Hello everyone, welcome to Guideline Education. ഇന്നത്തെ ക്ലാസ്സിൽ യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന പേപ്പറിലെ യൂണിറ്റ് 3 കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആൻഡ് ന്യൂട്രീഷൻ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ചും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെഷനിൽ ന്യൂട്രീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ന്യൂട്രീഷൻ അറിയുന്നതിന് മുമ്പ് എന്താണ് ഫുഡ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഡെഫിനിഷൻ കിട്ടണം അല്ലേ. എന്താ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന, അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി, അതുപോലെ ബോഡിയുടെ ഡെവലപ്മെൻറ്റിനൊക്കെ ആവശ്യമായിട്ടുള്ള പാർട്ടുകളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ഫുഡ് എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ കഴിക്കുന്ന എല്ലാ സംഭവത്തെയും നമുക്ക് എന്ത് അറിയാം, ഫുഡ് എന്ന് പറയാം. പക്ഷേ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ മെയിൻലി ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടുക എന്നുള്ള രീതിക്കാണ്. ബട്ട് എന്നിരുന്നാൽ കൂടെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡിലൂടെ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തത് എന്ത് ചെയ്യും, നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് റോ ആയിരിക്കാം, പ്രോസസ്ഡ് ആയിരിക്കാം, ഫോർമുലേറ്റഡ് ആയിരിക്കാം. ഫുഡ് മെയിൻലി പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്, ആനിമൽസിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതുപോലെ ഫംഗൽ ഒറിജിൻ ആയിട്ടുള്ള ഫുഡുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കഴിക്കാറുണ്ട് അല്ലേ. ഫുഡിലുള്ള കമ്പോണൻറ്റ് നോക്കുകയാണെങ്കിൽ വാട്ടർ, ലിപ്പിഡ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഒക്കെയാണ് മേജർ കമ്പോണൻ്റ് ആയിട്ട് വരിക. ചെറിയ എമൗണ്ടിൽ മിനറൽസും ഓർഗാനിക് സബ്സ്റ്റൻസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡ് അതുപോലെ നമ്മുടെ ബോഡിക്ക് ഇൻടേക്ക് ചെയ്യാൻ കഴിയുമോ, ഇല്ല അല്ലേ. ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡ് മൈക്രോ കോമ്പോണൻ്റ് ആണുള്ളത്. അതെന്ത് ചെയ്യണം, നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് മാറ്റണം അല്ലേ, അല്ലെങ്കിൽ ചെറിയ പാർട്ടിക്കിൾസ് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡിക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിക്ക്, ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഫുഡിനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡൈജഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഫുഡിനെ പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബ്ലഡിലോട്ട് ഓരോ സെൽസിലോട്ടും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല്ലേ. അപ്പം അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന എനർജി പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലെ ഡിഫറെൻറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. എക്സസ് ആയിട്ടുള്ള എനർജി നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യൂല്ലേ. അപ്പോൾ ഫുഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫുഡ് വേണം നമ്മൾ കഴിക്കാൻ. അതുപോലെ നമ്മൾ എത്രത്തോളം ആക്റ്റീവാണ് എന്നുള്ളതും കൂടെ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലേ. അതായത് നമ്മൾ അധികം വർക്കൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഓവറായിട്ട് ഫുഡ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊണ്ണത്തടി പോലെയുള്ള പ്രശ്നങ്ങളും അതുപോലെ കൊളസ്ട്രോൾ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ ഓരോ പേഴ്സൻ്റെയും നീഡ്സിന് അനുസരിച്ചിട്ടുള്ള ഫുഡ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കഴിക്കാൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് കൊണ്ടുള്ള ഫങ്ഷൻസ്. ഫുഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബോഡിയിലെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാം. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫങ്ഷൻസാണ് വരിക, ഡൈജഷൻ, അതുപോലെ മെറ്റബോളിസം പോലെയുള്ള ഫങ്ഷൻസിനൊക്കെ എന്ത് വരണം, അതൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് എനർജി ആവശ്യമാണ്. ആ എനർജിയൊക്കെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്, ഫുഡിൽ നിന്നാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ റിപ്പയർ, ഇമ്മ്യൂൺ ഫങ്ഷനൊക്കെ എനർജി ആവശ്യമുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറും അതുപോലെ ഹൈഡ്രേഷൻ ലെവലൊക്കെ അല്ലേ, നമ്മുടെ ബോഡിയിലുള്ള വെള്ളത്തിൻ്റെ ലെവലൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഫുഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഫുഡ് എല്ലാതും എന്തല്ല നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതല്ല അല്ലേ. ഇപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസിനെ നമ്മൾ എന്താ പറയുക, ന്യൂട്രീഷൻ എന്ന് പറയും. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇസ് എ പാർട്ട് ഓഫ് ഫുഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ അവർ സെൽസ് ആൻഡ് മെറ്റബോളിസൈസ്ഡ് ബൈ ദ ബോഡി ടു മേക്ക് ഓൾ ദ കോൺട്രിബ്യൂഷൻ ദാറ്റ് അവർ ബോഡി നീഡ്സ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡിലെ എലമെൻസിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഒരുപാട് മൈദ അങ്ങനെയുള്ള കുറേ പാർട്ടുകൾ ഉണ്ടായിരിക്കും അല്ലേ. അതിൽ നിന്നൊന്നും പ്രത്യേകിച്ച് നമ്മളെ ബോഡിക്കൊന്നും കിട്ടാനില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ, വേസ്റ്റായിട്ട് എക്സ്ക്രീഷൻ വഴി എന്ത് ചെയ്യും, പുറത്തോട്ട് പോകില്ലേ. ഇനി ന്യൂട്രീഷൻ എന്താണ്, ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പാർട്ടുകളെയാണ്, ഫുഡിലുള്ള നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പാർട്ടുകളെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂട്രിയൻസ് നോക്കുമ്പോൾ മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ സൈസിൻ്റെ ബേസിസിലല്ല കേട്ടോ, മൈക്രോ എന്നുള്ള രീതിക്ക് അതിനെന്ത് ചെയ്തത്, കാറ്റഗറൈസ് ചെയ്തത്. അത് നമ്മുടെ ബോഡിക്ക് എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിലാണ് മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ
കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ലാർജ് എമൗണ്ടിൽ ആവശ്യമുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുക. അതുപോലെ തന്നെ സ്മോൾ എമൗണ്ടിലാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളൂ, വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ന്യൂട്രിയൻസിനെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും കേട്ടോ. മെയിൻലി നമ്മൾ നോക്കുമ്പോൾ മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റൊക്കെയാണ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നമ്മുടെ ബോഡിക്ക് വളരെ ചെറിയ എമൗണ്ടിൽ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത് കേട്ടോ. കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഫ്യൂവൽ, അതായത് നമ്മുടെ ബോഡിക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ റോള്. പ്രോട്ടീൻ നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ മസിൽ, ബോണ്, ഹെയർ, സ്കിന്നിൻ്റെയൊക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാറ്റ് നമ്മുടെ ബോഡിയിലെ സെൽ ഗ്രോത്ത്, മസിൽ മൂവ്മെൻറ്റ്, ഹോർമോൺ പ്രൊഡക്ഷനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫുഡുകൾ വേണം നിങ്ങൾ കഴിക്കാൻ. ഒരുപാട് ചോറും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് കിട്ടുന്നത്. അത് നമ്മുടെ ബോഡിയിൽ എന്താണ് കിട്ടുന്നത്, റെഗുലർ വർക്ക് ചെയ്യാനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത്, നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫുഡുകൾ വേണം നിങ്ങൾ കഴിക്കാൻ. ഓക്കെ, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വാട്ടർ ഒക്കെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അണ്ടറിലാണ് വൈറ്റമിൻസും മിനറൽസും ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള മൈൻഡ് മാപ്സ്, അതുപോലെ ചാർട്ടുകളൊക്കെ, മീൻസ് ടാബുലാർ കോളംസ് അങ്ങനെയുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് അത് വീണ്ടും ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസർ ഷീറ്റിലും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്? വൈറ്റൽ ഫോർ എനർജി, സെൽ ഗ്രോത്ത്, ബോഡിലി ഫംഗ്ഷൻ, ഗുഡ് ന്യൂട്രീഷൻ, ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ഡിസീസസ് ലൈക്ക് ഒബിസിറ്റി, ഡയബറ്റീസ് ആൻഡ് ഹാർട്ട് ഡിസീസസ്, ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ഓഫ് ബോഡി സെൽസ് ആൻഡ് ടിഷ്യൂ, റിന്യൂ ഡാമേജ്ഡ് സെൽസ്, കീപ്പിംഗ് ദ ബോഡി ടെമ്പറേച്ചർ സ്റ്റേബിൾ, ഗീവ് എനർജി ഫോർ ഡെയിലി ആക്ടിവിറ്റീസ്. അപ്പോൾ അതൊക്കെയാണ് ന്യൂട്രീഷൻ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ന്യൂട്രിയൻസിനെയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം കേട്ടോ. നമ്മുടെ ബോഡിയിൽ നമ്മൾ ഫുഡിലൂടെ നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസിനെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലേ. മേക്കപ്പ് ഓഫ് എലമെൻറ്റ്സ് ഓക്സിജൻ, കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാർബോഹൈഡ്രേറ്റ്, ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ എന്നീ എലമെൻറ്റ്സ് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മെയ്ഡ് ചെയ്തിട്ടുള്ളത്. അത് മെയിൻലി ഷുഗർ, അതുപോലെ സ്റ്റാർച്ചസ് ഒക്കെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അതിലൂടെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ഓക്കെ, അത് മെയിൻലി ഫൗണ്ട് ചെയ്യുന്നത് ഫ്രൂട്ട്സ്, ഗ്രെയിൻസ് ലൊക്കെയാണ് കാണുന്നത്. വീറ്റ്, റൈസ് പോലെയുള്ള ഗ്രെയിൻസിലും ഫ്രൂട്ട്സിലൊക്കെയാണ് മെയിൻലി കാണുന്നത്. വെജിറ്റബിൾസിലും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഹോൾ ഗ്രെയിൻ, അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫൈബേഴ്സ് ആണ് അല്ലേ. അത് എന്ത് ചെയ്യുന്നുണ്ട്, കൊറോണറി ഹാർട്ട് ഡിസീസൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് 3 ടൈപ്പ് ഓഫ് ഷുഗർ ഉണ്ട്, 3 ടൈപ്സ് ഉണ്ട്: ഷുഗർ, സ്റ്റാർച്ച്, ഫൈബർ. കാർബോഹൈഡ്രേറ്റ് തന്നെ 3 ടൈപ്പ്: ഷുഗർ ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, ഫൈബർ ഉണ്ട്. അത് മെയിൻലി എന്താണ്, ലോ കലോറീസ് ഉള്ളതാണ്. നമ്മുടെ ബോഡിയിലെ ഹെൽത്തി ഡയറ്റിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ നമ്മുടെ ഓർഗൻസിൻ്റെ അതായത് മസിൽസ്, സ്കിന്ന്, ഹോർമോണ്, അതുപോലെ നമ്മുടെ വേരിയസ് പാർട്സിൻ്റെയൊക്കെ ബിൽഡിംഗ് ബ്ലോക്കായിട്ടാണ് പ്രോട്ടീൻസിനെ നമ്മൾ അറിയപ്പെടുന്നത്. അവർ ബോഡി നീഡ്സ് പ്രോട്ടീൻ ടു മെയിൻറ്റെയിൻ ആൻഡ് റിപ്പയർ ടിഷ്യൂ, നീഡഡ് ഫോർ റിപ്പയർ ബോഡി ടിഷ്യൂ, ഫൗണ്ടഡ് ഇൻ ബീൻസ്, മിൽക്ക്, എഗ് ആൻഡ് ഫിഷ്, മെയ്ഡ് ഓഫ് നൈട്രജൻ, കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, ഇനി നമ്മൾ മെയിൻലി പറഞ്ഞു നൈട്രജനും കാർബണും ഹൈഡ്രജനും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ 1/6 എന്താണ്, പ്രോട്ടീൻ്റെ 1/6 നോക്കുകയാണെങ്കിൽ അത് നൈട്രജനാണ്. ഓക്കെ, ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ പോലെ തന്നെ ഒരു കാർബൺ, ഹൈഡ്രജൻ, അമിനോ ആസിഡിൻ്റെ കോമ്പൗണ്ടാണ് ഫാറ്റും. പക്ഷേ എങ്ങനെയാണ് ഡിഫർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊപ്പോർഷന് മാറ്റമുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഫാറ്റ് വേറൊരു പാർട്ടായിട്ട് തന്നെ വരുന്നത് കേട്ടോ. അതായത് അതിലെ കോമ്പോണൻറ്റ് നോക്കുമ്പം എല്ലാം സെയിം തന്നെയാണ്, പക്ഷേ അത് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോസിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് അതൊരു ഡിഫറെൻറ്റ് പ്രൊഡക്റ്റായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ എനർജി നമുക്ക് ഫാറ്റിലൂടെ കിട്ടും. അതുപോലെ നമ്മുടെ ബോഡീൻ്റെ ടെമ്പറേച്ചർ റെഗുലേഷൻ, വൈറ്റമിൻ അബ്സോർപ്ഷന് വേണ്ടിയിട്ടൊക്കെ ഫാറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിൻലി ഫൗണ്ട് ചെയ്യുന്നത് ഫിഷ്, ഹോൾ എഗ്, മീറ്റ്, ഡയറി പ്രൊഡക്ട്സ്, വെജിറ്റബിൾ, സീഡ്സ്, നട്ട്സിലൊക്കെയാണ് ഫാറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്.
ഇനി നെക്സ്റ്റ് വരുന്നത് ഫൈബറാണ്. ഫൈബർ മെയിൻലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലൊക്കെയാണ് കിട്ടുക. അതിൽ മെയിൻലി ലോ കലോറീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ ഡൈജഷൻ പ്രോസസ്സൊക്കെ ഒന്നുകൂടെ എളുപ്പമാക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫൈബർ മെയിൻലി യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസീസസ് ഒക്കെ കുറയും അല്ലേ. അപ്പം റെഡ്യൂസസ് റിസ്ക് ഓഫ് ഡിസീസസ് എന്നുള്ളത് ഫൈബറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഫൈബർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറയാറില്ലേ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഫുഡുകൾ കഴിക്കണം, അപ്പോൾ നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ മെയിൻലി നമ്മുടെ ഡൈജഷൻ സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫൈബർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻലി അതൊരു കലോറീസ് കൂടുതൽ കിട്ടുക ആ ഒരു രീതിക്കല്ല നമ്മൾ ഫൈബർ കൺസ്യൂം ചെയ്യണമെന്ന് പറയുന്നത്. മെയിൻലി നമ്മുടെ ഡൈജഷൻ പ്രോസസ്സൊക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഫൈബർ നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി വാട്ടർ എന്താ, 50 to 70% ഓഫ് അവർ ബോഡി ഈസ് വാട്ടർ അല്ലേ. ഇനി വാട്ടർ മെയിൻലി എന്താണ്, ഈ ന്യൂട്രിയൻസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ, അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം വാട്ടർ ആവശ്യമുണ്ട് അല്ലേ. അതുപോലെ തന്നെ വാട്ടർ മെയിൻലി ഫ്രൂട്ട്, ജ്യൂസസ്, ഡ്രിങ്ക്സിലൂടെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് മിനറൽസ് വളരെ ചെറിയ എമൗണ്ടിൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളൂ. അത് ഫുഡ്, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിലൂടെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബോണും മസിൽസും ടീത്തിൻ്റെയൊക്കെ പ്രോപ്പറായിട്ട് അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാനും എന്ത് ചെയ്യുന്നുണ്ട്, മിനറൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ക്യാരി ചെയ്യാനും മിനറൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻസ് അല്ലേ. വൈറ്റമിൻസും നമ്മുടെ ബോഡിയിൽ ചെറിയ എമൗണ്ടിൽ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് മിനറൽസും മൈക്രോ ന്യൂട്രിയൻസും ചെറിയ എമൗണ്ടിലേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് അത് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് എന്നുള്ള കാറ്റഗറിയിൽ വന്നതല്ല. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയെ സ്ട്രോങ് ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻസ് ആവശ്യമുണ്ട്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഡയറി പ്രൊഡക്ട്സിലൊക്കെയാണ് മെയിൻലി വൈറ്റമിൻസ് കാണപ്പെടാറുള്ളത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മെറ്റബോളിസത്തിനൊക്കെ പ്രോപ്പറായിട്ട് നടക്കാനും ഹീലിംഗ് പ്രോസസ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വൈറ്റമിൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുള്ളൂ, കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞതാണ് എന്തൊക്കെയാണ് ന്യൂട്രിയൻസിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത്. വായിച്ച് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫുഡ്സ് ആൻഡ് ഫുഡ് ഗ്രൂപ്പുകളെ പറ്റിയിട്ടാണ്. ഫുഡ് കംസ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതുപോലെ തന്നെ കാർബ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. ഇനി പ്ലാന്റ് ബേസ്ഡ് ഫുഡ്സ് നോക്കുകയാണെങ്കിൽ ഗ്രെയിൻസ്, വെജിറ്റബിൾസ് ഉണ്ട്. ആനിമൽ ബേസ്ഡ് ഫുഡ് ഉണ്ട് അല്ലേ. അതായത് ഫുഡിനെ തന്നെ നമുക്ക് 3 രീതിക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു: പ്ലാന്റ് ബേസ്ഡ്, ആനിമൽ ബേസ്ഡ് ആൻഡ് ഫംഗൽ ബേസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്ലാന്റ് ബേസ്ഡിൽ വരുന്നത് ഗ്രെയിൻസ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ആനിമൽ ബേസ്ഡ് നോക്കുകയാണെങ്കിൽ മിൽക്ക്, മീറ്റ്, എഗ്സ് ഒക്കെ ആനിമൽ ബേസ്ഡ് പ്രൊഡക്ട്സ് ആണ് അല്ലേ. ഇനി എന്തൊക്കെയാണ് ഫുഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് നോക്കുകയാണെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് സോഴ്സസിൽ മെയിൻലി വരുന്നത് സീരിയൽസ്, പൾസസ്, റൂട്ട് ആൻഡ് ട്യൂബേഴ്സ്, ഗ്രീൻ വെജിറ്റബിൾസ്, ഫംഗി, അതുപോലെ ഫ്രൂട്ട്സ്, സീഡ്സ് ആൻഡ് നട്ട്സ് ഒക്കെയാണ് പ്ലാന്റ് ബേസ്ഡ് ഫുഡിൽ വരുന്നത്. ഇനി ആനിമൽ ബേസ്ഡ് ഫുഡ് നോക്കുകയാണെങ്കിൽ മീറ്റ്, ഡയറി പ്രൊഡക്റ്റ്, ഫിഷ്, എഗ് ഒക്കെയാണ് ആനിമൽ ബേസിൽ വരുന്നത്. ഇനി ഇതിലുള്ള ഓരോന്നിനെ കുറിച്ചിട്ടും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാനുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു PDF ഈ ഒരു PPTയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണം essay ഒക്കെ എഴുതുമ്പം എലാബറേറ്റ് ആയിട്ട് എഴുതണം എന്നുള്ളവർ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. ഇനി പ്ലാന്റ് ബേസ്ഡ് ഫുഡിനെ നമ്മൾ സിറിയൽസ്, റൂട്ട് ആൻഡ് ട്യൂബേഴ്സ്, പൾസസ് ആൻഡ് ലെഗ്യൂംസ്, ഗ്രീൻ വെജിറ്റബിൾസ്, ഫംഗി, അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആൻഡ് നട്ട്സ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലാസിഫിക്കേഷനും നമുക്കൊന്ന് നോക്കാം അല്ലേ. എന്താ സിറിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീറ്റ്, റൈസ്, മെയ്സ്, മില്ലറ്റ് പോലെയുള്ള ധാന്യങ്ങളെയാണ് നമ്മൾ സിറിയൽസ് എന്ന് പറയാം അല്ലേ. അത് കാർബ്, അതുപോലെ കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച്, ഫൈബർ, മിനറൽസ് ഒക്കെ വളരെയധികം കൂടുതലുണ്ട് അതിൽ. പിന്നെ ഫാറ്റ് കണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ അതിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ 4 calories per gram ആണ് നമുക്ക് എനർജി കിട്ടുന്നത്. അത് ഹെൽത്തി ബേസ് ഫോർ മീലാണെന്ന് പറയൂലേ. കാരണം എന്താ, ലോ ഫാറ്റാണ് നമ്മുടെ ബോഡിയിലെ ആവശ്യമായിട്ടുള്ള പ്രോസസ്സുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് റൂട്ട് ആൻഡ് ട്യൂബേഴ്സ് നോക്കുമ്പം ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ്, പൊട്ടാറ്റോ പോലെയുള്ള റൂട്ട് ബേസ്ഡ് ഫുഡ് ഐറ്റം പ്ലാന്റിൽ നിന്ന് കിട്ടുന്നത് അതൊക്കെയാണ് റൂട്ട് ആൻഡ് ട്യൂബേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അതായത് വേരാണ്, അത് ആ പ്ലാന്റിൻ്റെ വേരാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
റൂട്ടും ട്യൂബേഴ്സൊക്കെയാണ്, പക്ഷെ അത് നമ്മൾ ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ്, പൊട്ടാറ്റോ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, അതിൽ സ്റ്റാർച്ച് കണ്ടൻറ്റ് കൂടുതലായിരിക്കും, പ്രോട്ടീൻ ചെറിയൊരു അളവിലുണ്ടായിരിക്കും, ഫാറ്റ് തീരെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എനർജി യൂസസിനൊക്കെ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുക എന്നുള്ള രീതിക്ക് അതെന്താണ് വളരെ നല്ലതാണ് കൺസ്യൂം ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പൾസസ് ആൻഡ് ലെഗ്യൂംസ് ആണ്. പൾസസ് ആൻഡ് ലെഗ്യൂംസിൻ്റെ അണ്ടറിൽ വരുന്നത് ബീൻസ്, പീസ്, സോയ അതൊക്കെയാണ്. അത് മെയിൻലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. വൈറ്റമിൻസ് എ, ബി, സി ഒക്കെ അതിൽ റിച്ച് ആണ്. അതിൽ ഷുഗർ ഉണ്ട്, അതുപോലെ കുറച്ച് സ്റ്റാർച്ചും ഉണ്ട്. നമ്മുടെ മസിൽസിനും എനർജിക്കും ഒക്കെ എന്താണ് അത് വളരെ നല്ലതാണ്. ഓക്കെ, ഇനി ഗ്രീൻ വെജിറ്റബിൾസ് നോക്കുമ്പോൾ ലീവ്സ് ആൻഡ് സ്റ്റോക്സ് ആണ് വരുന്നത്. അതിൽ പ്രോട്ടീനും വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ എ, ബി, സി, ഇ, കെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ ഇൻക്ലൂഡഡ് ആണ്. വാട്ടർ എമൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ അത് ഇമ്മ്യൂണിറ്റീനെ എന്ത് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫംഗസിൻ്റെ നോക്കുകയാണെങ്കിൽ മഷ്റൂംസ് ഉണ്ട്, ഹൈ വാട്ടർ കണ്ടൻ്റ് ആണ്, ലോ ഇൻ പ്രോട്ടീൻ ആണ്, ലോ ഫുഡ് വാല്യൂ ആണ്, ക്യാൻ ബി ആഡഡ് ഫോർ ടേസ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, പക്ഷെ നമ്മുടെ ബോഡിക്ക് അധികം എന്ത് ചെയ്യരുത്, അധികം എനർജി മീൻസ് അല്ല, അധികം എമൗണ്ട് ഒന്നും ബോഡിയിലോട്ട് ആഡ് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നത്. അതായത് ഡയറ്റിലൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുഡായിട്ടാണ് മഷ്റൂം കേട്ടോ. കാരണം എന്താ, അത് ലോ പ്രോട്ടീനാണ്, ഫുഡ് വാല്യൂ കുറവാണ്, അതുപോലെ എന്താ ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ വയറ് ഫുള്ളായിട്ട് ഇരിക്കുകയും ചെയ്യും, പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡയറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഫ്രൂട്ട്സ് വരുന്നത് റിച്ച് ഇൻ ഷുഗർ ആൻഡ് ആസിഡ്സ് ആണ്, ഫുൾ ഓഫ് വൈറ്റമിൻസ് ആണ്, ഈസി ടു ഡൈജസ്റ്റ്, ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആണ്, ഗുഡ് ഫോർ സ്നാക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സീഡ് ആൻഡ് നട്ട്സ് ആണ്. സെസമി സീഡ്സ്, പംകിൻ സീഡ്സ്, ആൽമണ്ട് സീഡ്സ് ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പ്രോട്ടീൻ കണ്ടൻറ്റും ഫാറ്റ് കണ്ടൻറ്റും വളരെ കൂടുതലാണ്. വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിനും ബ്രെയിനിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് നല്ലതാണ്. അതുപോലെ എൻ്റെ എനർജി സ്റ്റോറേജിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സീഡ്സും നട്ട്സും ഒക്കെ കഴിക്കുമ്പോൾ ഓർക്കുക. അപ്പം നമ്മുടെ ഡെയിലി ബേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം സ്മൂത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സീഡ്സിനെയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം കുറേ റീൽസിലൊക്കെ കണ്ടിട്ട് കുറേ ആളുകൾ അവരുടെ ഡയറ്റിൽ സീഡ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പംകിൻ സീഡ് ആയാലും അതുപോലെ ആൽമണ്ട്സ് ആയാലും പിന്നെ ഒരുപാട് സീഡ്സ് നമ്മളിപ്പോൾ ലോട്ടസ് സീഡ്സൊക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സീഡ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും ഒക്കെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പം അത് ഒരു ലെവൽ വെച്ചിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഓവർ ആവാതിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റീഷ്യനൊക്കെ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക നമ്മൾ നമ്മളത് എടുക്കരുത്, ഓവറായിട്ട് അതിൻ്റെ ഡോസേജ് നമ്മുടെ ബോഡിയിലോട്ട് എത്തിച്ചേരരുത്. ഇനി ആനിമൽ ബേസ്ഡ് ഫുഡ് നോക്കുകയാണെങ്കിൽ മീറ്റ് ഉണ്ട്, ഡയറി പ്രോഡക്ട്സ് ഉണ്ട്, എഗ്സ് ഉണ്ട്. അതിൽ മീറ്റിൽ വരുന്നത് നമുക്കറിയാം അല്ലേ, മട്ടൺ, ബീഫ്, പോർക്ക് അങ്ങനെയുള്ള മീറ്റ് ഐറ്റംസ് വരുന്നുണ്ട്. അത് പ്രോട്ടീൻ റിച്ച് ആണ്. അതുപോലെ അയൺ ഉണ്ട്, വൈറ്റമിൻ ബി ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മുടെ സ്ട്രെങ്ത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇനി ഡയറി പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ മിൽക്ക്, കേർഡ്, ബട്ടർ, ചീസൊക്കെയാണ് വരിക. പ്രോട്ടീനും ഫാറ്റും കാർബ്സും ഒക്കെ ഉണ്ട്, ഗുഡ് ഫോർ ബോൺസ് ആണ്. നമ്മൾ പറയൂലേ മിൽക്കൊക്കെ ഒരു കംപ്ലീറ്റ് ഫുഡാണെന്ന് പറയാറുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഗ്ലാസ് മിൽക്കെങ്കിലും ഡെയിലി കൊടുക്കണമെന്ന് പറയും. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പ്രോട്ടീൻ ഉണ്ട്, കാർബ്സ് ഉണ്ട്, അതുപോലെ ഫാറ്റ് ഉണ്ട്, എല്ലാതും ഉള്ള ഒരു കംപ്ലീറ്റ് മീലാണ് മിൽക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു ഗ്ലാസ് മിൽക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു മിൽക്കിലൂടെ കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിൽക്ക് ഒരു കംപ്ലീറ്റ് ഫുഡാണ്, കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയും. അതുപോലെ തന്നെ ഓവറായിട്ട് കൊടുക്കരുതെന്ന് പറയും. കാരണം എന്താ, പിന്നെ വേറെ ഫുഡൊന്നും അവർക്ക് വേണ്ടി വരില്ല. കാരണം അത് ഫുള്ളാക്കും, നമ്മളെ വയറിനെ ഫുള്ളാക്കും. കാരണം അതിന് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഓവറായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ ഫുഡ് ഐറ്റംസിലൂടെ, അതപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എപ്പോഴും മിൽക്ക് കൊടുക്കുമ്പോൾ നമ്മളൊരു 1 ഗ്ലാസ് എന്നുള്ള ലെവലിൽ കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെയുള്ള റീസൺ ഇതാണ് കേട്ടോ. ഇനി എഗ്ഗ് നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. വൈറ്റമിൻ ബി ഉണ്ട്, അയൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ മസിൽസിൻ്റെ ബിൽഡപ്പ് ചെയ്യാനും ഗ്രോത്തിനൊക്കെ അതെന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുക്ക് ചെയ്യാനും മീറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് അനിമൽ ബേസ്ഡ് ഫുഡിൽ പറയാനുള്ളത്. അപ്പോൾ ഓരോ ഫുഡിലും നിന്ന് എന്തൊക്കെയാണ് കിട്ടുന്നത്, എന്തൊക്കെയാണത് നമ്മുടെ ബോഡിയിലോട്ട് നൽകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായി. അപ്പോൾ അത് നിങ്ങൾ ഫുഡ് കൺസ്യൂം ചെയ്യുമ്പോഴും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ഒരു പാർട്ട് കൂടുതലായിട്ട് നിങ്ങളുടെ ബോഡിയിൽ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഫുഡ് ഗ്രൂപ്പുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്.
ഫുഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ചില ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഓരോന്നും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ഓരോ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ഹൗ ഫുഡ് ഈസ് പ്രോസസ്ഡ്. നമുക്ക് ഫുഡുകളെ എന്ത് ചെയ്യാം, എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ബേസിൽ ഗ്രൂപ്പാക്കിയിട്ട് തിരിക്കുക അല്ലേ. അതുപോലെ തന്നെ ഓരോന്നിനുമുള്ള കണ്ടന്റ് എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് വൈറ്റമിൻസ് ആണോ മിനറൽസ് ആണോ അതുപോലെ ഫാറ്റ് ആണോ, അങ്ങനെ ബേസ്ഡ് ഓൺ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫുഡിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് തിരിക്കാം. അങ്ങനെ ബേസ്ഡ് ഓൺ കണ്ടന്റിൻ്റെ ബേസിസിൽ നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, സീരിയൽസ് ഓർ സ്റ്റാർച്ചി ഫുഡ്സ്, ഡയറി ആൻഡ് മീറ്റ്, അങ്ങനെ 4 ഗ്രൂപ്പ്സ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്നും കിട്ടുന്ന എനർജി ലെവലിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡിനെ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാം അല്ലെ. ബേസ്ഡ് ഓൺ ദ എനർജി ലെവൽസ് ദേ ആർ കേപ്പബിൾ ഫോർ പ്രൊഡ്യൂസിങ്. അപ്പം എത്ര എനർജിയാണോ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ നമുക്കതിനെ ഗ്രൂപ്പായിട്ട് തരംതിരിക്കാം. സീരിയൽസ് ആൻഡ് മില്ലറ്റ്സ്, പൾസസ് ആൻഡ് ലെഗ്യൂംസ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഡയറി ആൻഡ് മീറ്റ്സ്. അപ്പോൾ അങ്ങനെ 5 ക്ലാസിഫിക്കേഷനായിട്ട് 5 കാറ്റഗറി ആയിട്ട് എനർജി ലെവലിൻ്റെ ബേസിസിൽ ഫുഡ് ഗ്രൂപ്പുകളെ തിരിച്ചിട്ടുണ്ട്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഫുഡ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, സീരിയൽസ് ഓർ സ്റ്റാർച്ചി ഫുഡ്, ഡയറി പ്രൊഡക്റ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്സ് ഒക്കെയാണ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഫുഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൻ്റെ സമ്മറി ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈറ്റ് ചെയ്യുമ്പോഴും അത് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ സ്മാർട്ടായിട്ട് ഹീറ്റ് ചെയ്യുക, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൺസ്യൂം ചെയ്യുന്ന രീതിക്കുള്ള ഒരു പ്രോപ്പർ ഡയറ്റ് പ്ലാന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ഹെൽത്തി ആവുക അല്ലെ. ഈറ്റ് സ്മാർട്ട് സ്റ്റേ ഹെൽത്തി എന്നുള്ള കോട്ട് ഓർത്ത് വെക്കുക. അങ്ങനെയുള്ള കോട്ടുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ എസ്സേ എഴുതുമ്പോൾ യൂസ് ചെയ്യാം. ഓക്കെ, കൺക്ലൂഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് കോഴ്സുകളൊക്കെ പഠിച്ചു പോകുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫുഡ് വാല്യൂ ആണ്. എന്താ ഫുഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ഫുഡ് വാല്യൂ ഓഫ് എൻ ഐറ്റം റെഫേഴ്സ് ടു ഇറ്റ്സ് കപ്പാസിറ്റി ടു പ്രൊവൈഡ് എനർജി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കിലോ കലോറീസ്, മോർ ജനറലി മെൻഷൻഡ് ആസ് കലോറീസ്. ഓക്കെ, ഫുഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഫുഡ് ഐറ്റംസും എത്ര എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ബേസിസിൽ നമുക്ക് പറയുന്നതിനെയാണ് നമ്മൾ ഫുഡ് വാല്യൂ എന്ന് പറയാം. കലോറീസിലാണ് യൂഷ്വലി നമ്മൾ മെൻഷൻ ചെയ്യാറുള്ളത്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്നും ഒരു 4 കലോറീസ് വരെ എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ 1 ഗ്രാം ഫാറ്റ് ആണെന്നുണ്ടെങ്കിൽ 9 കലോറീസ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫാറ്റ് ബേസിസിലുള്ള ഫുഡൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ആ ഒരു ലെവലിൽ വേണം നമ്മൾ എന്ത് ചെയ്യാം, ഫുഡ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതോടുകൂടി ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.